അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറില്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ ഖബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെ കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ജീവിതത്തിൽ നാം വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ബന്ധമാണ് സൗഹൃദ ബന്ധം എന്നുള്ളത്. സുഹൃത്തുക്കൾ ഇല്ലാത്ത ഒരു മനുഷ്യനെ കാണുക എന്നത് വളരെ പ്രയാസമാണ്. വിവാഹ ജീവിതത്തിൽ പലരും ഏറ്റവും നല്ല സുഹൃത്തായി കാണുന്നത് തൻ്റെ കൂടെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവനെയോ പ്രിയപ്പെട്ടവളെയോ ആണ്. ഇത് മനുഷ്യ ജീവിതത്തിന്റെ വലിയ തലങ്ങളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബന്ധമായി മാറി നിൽക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തന്റെ രക്തബന്ധത്തെക്കാളും വലിയ പ്രാധാന്യം സുഹൃത്ത് ബന്ധത്തിന് കൊടുക്കുന്ന അവസ്ഥകൾ നമ്മൾ ഏറെ കാണാറുണ്ട്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന ഒരു വർത്താനം തന്നെ നമ്മളുടെ ഇടയിൽ വളരെ പ്രചാരത്തിലുള്ളതാണ്. എന്താണ് ഈ കണ്ണാടിയും ചങ്ങാതിയും തമ്മിലുള്ള ബന്ധം? ഒരു നല്ല സുഹൃത്താണ് എങ്കിൽ നമ്മൾ നമ്മുടെ മുഖം ഒരു കണ്ണാടിയിൽ നോക്കി മുഖത്തെ പോരായ്മകളും മുഖത്തുള്ളതായ പാടുകളും കലകളും ഐബുകളും നമുക്ക് സ്വയം ബോധ്യമാകുന്ന പോലെ നമ്മെ നാമായി തന്നെ ചിത്രീകരിക്കുന്ന കണ്ണാടിയുടെ കളങ്കമില്ലാത്ത ആ ഭാവം ഒരു നല്ല ചങ്ങാതി ഉണ്ടെങ്കിൽ കണ്ണാടി നിർവഹിക്കുന്ന പോലെ തന്നെ നമ്മെ നന്നാക്കാൻ, നമ്മെ അതുപോലെ തന്നെ ചിത്രീകരിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ഹദീസാണ്, അതാരും അറിയുന്നില്ല. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നുള്ളത് ഒരു ഹദീസാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഹദീസ് പറയുന്നത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഹദകും മിർആത്തു അഖീഹി, നിങ്ങളിൽ ഓരോരുത്തരും അവന്റെ സുഹൃത്തിന്റെ, തന്റെ സഹോദരന്റെ കണ്ണാടിയാണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇൻ റആ ബിഹി അദൻ ഫൽയുമിത് അൻഹു, അതുകൊണ്ട് കണ്ണാടിയാകുന്ന കൂട്ടുകാരാ, നിന്റെ സഹോദരനിൽ നീ വല്ല പോരായ്മകളും കണ്ടെങ്കിൽ, കണ്ണാടി നോക്കി ഒരാൾ തന്റെ പോരായ്മകളെ മുഖത്ത് നിന്നും അടർത്തിക്കളയുന്ന പോലെ നീ അത് അടർത്തിക്കളയണം എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഉപദേശമുണ്ട്. അപ്പോ ജീവിതത്തിൽ ഒരു സുഹൃത്തിനെ കൊണ്ട് നന്നാവാൻ കഴിയും എന്നുള്ളത്, ഒരു സുഹൃത്ത് നമ്മെ സംരക്ഷിക്കുമെന്നുള്ളത് ഇതിൽ നിന്നും ബോധ്യമാവുന്ന കാര്യമാണ്. ഇനി കേട്ടോളൂ, ഇത് സംബന്ധമായി ധാരാളം ഹദീസുകളും ആയത്തുകളും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ ഇൻഷാ അല്ലാഹ് ഒരല്പം വിശകലനം ആഗ്രഹിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുന്നു. ഇമാം തുർമുദിയുടെ ജാമിഉൽ തന്നെ മറ്റൊരു ഹദീസ് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു തന്നെയാണ്, മഹാനവറുകൾ തന്നെയാണ് ഈ ഹദീസും നിവേദനം ചെയ്യുന്നത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അർറജുലു അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിലു, ഒരു മനുഷ്യന്റെ ആത്മീയ ബോധം തന്റെ കൂടെ കൂടുന്ന ആളുകളെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ തന്റെ സഹോദരന്റെ, തന്റെ കൂട്ടുകാരന്റെ ചര്യയും ജീവിത ശൈലിയും സ്വാധീനിക്കപ്പെടുന്നവനാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ട് വേണം തന്റെ സഹപാഠിയെ, തന്റെ സൗഹൃദ വലയത്തിലേക്ക് കൊണ്ടുവരപ്പെടേണ്ട കൂട്ടുകാരനെ തെരഞ്ഞെടുക്കുക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടെന്നാൽ താൻ തെരഞ്ഞെടുക്കുന്ന തന്റെ കൂട്ടുകാരനായി താൻ കണ്ടെത്തുന്ന ആളുടെ സ്വഭാവവും സംസ്കാരവും തന്നിൽ അത് ഏശാൻ സാധ്യതയുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അർറജുലു അലാ ദീനി ഖലീലിഹി, തന്റെ കൂട്ടുകാരന്റെ ആത്മീയ ബോധവും ചര്യയും തന്നിൽ കാണപ്പെടാം, അതനുസരിച്ചായിരിക്കും. അതുകൊണ്ട് ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ,
താൻ ആരെ കൂട്ടുകാരനാക്കണം എന്നത് ചിന്തിച്ചു വേണം ചെയ്യാൻ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പഴയ സൗഹൃദങ്ങളൊക്കെ ആയിരിക്കും ഉള്ളത്, എന്നാൽ നമ്മുടെ മക്കൾക്ക് പുതിയ സൗഹൃദങ്ങളാ ഉള്ളത്. നമ്മുടെ മക്കൾ ആരെയാണ് കൂട്ടുകാരനാക്ക, നമ്മുടെ മകൾ ആരെയാണ് കൂട്ടുകാരിയാക്ക എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണ ബോധം രക്ഷിതാക്കൾ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവൽ നിർബന്ധമാണ്. കാരണം കാലഘട്ടം അങ്ങനെ ആയതുകൊണ്ട്, പ്രത്യേകിച്ച് ആ വിഷയത്തിൽ ദീനിയായി ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും നിർബന്ധമായ ഒരു കാര്യമാണ്. ഇനി നോക്കിക്കോളൂ, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, ഇന്നമാ മസലുൽ ജലീസി സ്വാലിഹി വ ജലീസി സൂഇ, നമ്മുടെ കൂടെ നടക്കുന്ന നല്ലവനായ കൂട്ടുകാരനും നമ്മുടെ മക്കളുടെ കൂടെ നടക്കുന്ന നല്ലവനായ കൂട്ടുകാരനും നമ്മളുടെ മകളുടെ കൂടെ നടക്കുന്ന നല്ലവരായ കൂട്ടുകാരികളും അതുപോലെ തന്നെ മോശമായ കൂട്ടുബന്ധങ്ങളും ഏതുപോലെയാണെന്നറിയോ? റസൂലുള്ളാഹി പറഞ്ഞു, രണ്ടും രണ്ട് തരത്തിലുള്ള ഉദാഹരണം പറഞ്ഞു. ഒന്നാമത് പറഞ്ഞു, നല്ല കൂട്ടുകാരനാണെങ്കിൽ ഏതുപോലെ? കസ്തൂരി ചുമന്നുകൊണ്ടു പോകുന്ന ആളുടെ കൂടെ കൂടിയവനെ പോലെ നല്ല കൂട്ടുകാരൻ. ഒരു നല്ല കൂട്ടുകെട്ടിലാണ് നമ്മുടെ മക്കളുള്ളതെങ്കിൽ അതൊരു കസ്തൂരി വഹിച്ചു കൊണ്ടുപോകുന്ന ആളുടെ കൂടെ പോകുന്ന ആളെ പോലെയാണ്. ഇനി മോശമായ കൂട്ടുകെട്ടിലാണ് നാമോ നമ്മുടെ മക്കളോ ഉള്ളത് എങ്കിൽ ആലയിലെ ഉലയിൽ ഇരുമ്പും ആയുധങ്ങളും കാഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്ന കൊല്ലൻ എന്ന് പറയും ഞങ്ങളുടെ നാട്ടില്. ഇരുമ്പൊക്കെ കാഞ്ഞെടുക്കുന്ന പണിക്കാരനെ കൊല്ലൻ എന്ന് പറയും. അയാൾ എപ്പോഴും തീയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാ. അയാളെപ്പോലെയാണ് ഒരു മോശം കൂട്ടുകെട്ട്. ആദ്യം പറഞ്ഞ നല്ല കൂട്ടുകെട്ട് മുഖേന കസ്തൂരി ചുമക്കുന്നവൻ ഒരു പക്ഷേ ആ കസ്തൂരിയുടെ സുഗന്ധം നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കാം, അല്ലെങ്കിൽ അവൻ പോകുന്ന വഴിയിലൂടെ ആ സുഗന്ധത്തെ നമുക്ക് ആസ്വദിക്കാം. ഈ രീതിയിൽ ആ മനുഷ്യനുമായുള്ള ബന്ധത്തിൽ മനസ്സിന് സന്തോഷം ഉണ്ടാകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നേരെ തിരിച്ച് കൊല്ലന്റെ ആലയിലെ ഉലയിൽ തീ കാഞ്ഞുകൊണ്ടിരുന്ന ആയുധങ്ങളെ പഴിപ്പിച്ചെടുക്കുന്ന ആ മനുഷ്യന്റെ ഉപമ പറഞ്ഞ ചീത്ത കൂട്ടുകെട്ട് മുഖേന ഉണ്ടാവാൻ പോകുന്നത്, തീയിൽ ഇരുമ്പിന്റെ ആയുധങ്ങൾ കാഞ്ഞെടുക്കുന്ന ആ ഇരുമ്പ് പണിക്കാരൻ, ആ ചൂടിൽ പണിയുന്ന ആള്, അയാളോട് കൂടി നിന്നാൽ ഒരു പക്ഷെ നമ്മളുടെ വസ്ത്രത്തിൽ കരി പുരളാനും തീ സ്പർശിതമാവാനും ഒരു പക്ഷെ പുകയും മറ്റു ദുർഗന്ധങ്ങളും വമിക്കാനും സാധ്യതയുണ്ട്. ഇതാണ് ചീത്ത കൂട്ടുകെട്ടെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവിടുന്ന് പഠിപ്പിച്ച ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്നു, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, ലാ തുസാഹിബി ഇല്ലാ മുഅ്മിനൻ വലാ യഅകുലു തആമക ഇല്ലാ തഖീഹ്. നീ ഒരു മൂമിനായ മനുഷ്യനായിരിക്കണം കൂട്ടുകൂടാൻ കണ്ടെത്തേണ്ടത്. നീ ഒരു മൂമിനായ മനുഷ്യനായിരിക്കണം സൗഹൃദത്തിലേക്ക് കൂട്ടേണ്ടത്. ഇന്ന് അങ്ങനെയാണോ? ചിന്തിച്ചു. ഇന്നൊരു സുഹൃത്തിനെ കിട്ടാൻ ഒരു പ്രയാസമല്ല. അതിന് മാത്രം നമുക്ക് എത്ര 5000 ഫ്രണ്ട്സൊക്കെയാണ് ഫേസ്ബുക്കിൽ ഒരാൾക്കുള്ളത്, അല്ലേ? 5000 ഫ്രണ്ട്സ് വേണ്ടെന്നല്ല പറഞ്ഞത്. അതൊരു പ്രചാരണ മാധ്യമമായ നിലക്ക് നമുക്ക് നമ്മുടെ വാർത്തകളും നമ്മുടെ സന്ദേശങ്ങളും എത്തിക്കാൻ ഈ 5000 ഫ്രണ്ട്സ് എന്ന പേരിലാണെങ്കിലും ശരിയായ കൂട്ടുകാരൊന്നും ആയിരിക്കില്ലത്. എന്നാലും കൂട്ടുകെട്ടിനൊന്നും ഒരു പ്രയാസമില്ലാത്ത ഒരു കാലഘട്ട. ഹബീബ് പഠിപ്പിച്ചു, നീ കൂട്ടുകൂടേണ്ടത് ഒരു മൂമിനായ മനുഷ്യനെ ആയിരിക്കണം. അതുപോലെ തന്നെ വലായകുൽ തആമക ഇല്ലാ തഖിയ, നിനക്ക് ഒരു നിർബന്ധ ബോധം വേണം. നിന്റെ ഭക്ഷണം, നിന്റെ കുടുംബത്തിലെ ആഹാരം കഴിക്കുന്നത്, നിന്റെ വിരുന്നിൽ പങ്കാളിയായി വരേണ്ടത് ഒരു മുത്തഖിയായ മനുഷ്യനായിരിക്കണം. നമ്മുടെ വീട്ടിലെ ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ നാം ഭക്ഷണം വാങ്ങി കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കേണ്ടത് ഒരു മുത്തഖിയായ മനുഷ്യനാകണം എന്ന ബോധം നിനക്കുണ്ടാവുന്നത് നല്ലതാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം, നമ്മൾ ചില സൽക്കാരങ്ങളൊക്കെ നടത്തുമ്പോൾ ആരാണ് ഈ സൽക്കാരം സ്വീകരിക്കാൻ ആ എത്തുന്ന ആളൊരു മുത്തഖിയാണോ എന്ന് നമ്മളൊന്ന് ബോധ്യപ്പെടണമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസ് കണ്ടോളൂ. മറ്റൊരു ഹദീസ് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, ലാ തുദ്ഹിർ ശമാതത ലി അഖീക ഫയർഹമഹുല്ലാഹു വയബ്തലീക്. ഇമാം തുർമുദിയുടെ ജാമിഅയിൽ കാണുന്ന ഹദീസാണ്. രണ്ടുപേര് കൂട്ടുകൂടി ഈ 2 കൂട്ടുകാരിൽ ഒരാളെ വേദനിപ്പിച്ചു.
രണ്ടുപേരും കൂടി ഒരു കൂട്ടുകച്ചവടം നടത്തി ഒന്ന് പിരിയേണ്ടി വന്നു. ഈ സൗഹൃദത്തിൽ നിങ്ങൾ തുടർന്നു പോവാൻ കഴിയാത്ത അവസ്ഥയിൽ പിരിയേണ്ടി വന്നു. അപ്പോ ഒരാള് മറ്റേയാളെ ചീത്ത പറഞ്ഞാൽ, ചീത്ത കേട്ടവൻ ക്ഷമിച്ചു പോയാൽ, ചീത്ത കേട്ടവൻ അള്ളാഹു ഒരുപാട് കാരുണ്യം ചെയ്യുകയും തിരിച്ചൊന്നും പറയാത്തതിന്റെ പേരിൽ അള്ളാഹു ചീത്ത പറഞ്ഞവനെ ശിക്ഷിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം സൗഹൃദം അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മതത്തിന് പുറത്തുള്ളവരെ കൂട്ടുപിടിക്കുന്ന ഒരു കാലം, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് മറ്റു പല ആശയങ്ങളെ ആരെയാണോ കൂട്ടുപിടിക്കുന്നത് അയാളിൽ നിന്നും പലതും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമാവാം. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യനെ തന്നെ, ഈമാനുള്ളവരെ തന്നെ കൂട്ടിലേക്ക് പരമാവധി ചേർക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തബാഗളു വലാ തഹാസദു വലാ തദാബറു വലാ തഖാതഉ വകൂനൂ ഇബാദല്ലാഹി ഇഖ്വാനാ വലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ സലാസ്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നിർദ്ദേശം കേട്ടോളൂ. ഒന്നാമത്തേത്, ലാ തബാഗളു, നിങ്ങൾ ചങ്ങാതിമാരാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോപിക്കല്ലേ. ഒരാൾക്ക് ദേഷ്യം വരാണെങ്കിൽ മറ്റാളും ഉണ്ടായിരുന്നുള്ളൂ. പരസ്പരം അങ്ങും ഇങ്ങും നിങ്ങൾ കോപം പ്രകടിപ്പിക്കലും, ഒരാൾക്ക് ദേഷ്യം വന്ന മറ്റാളും ഉണ്ടാതിരുന്നോളണം. രണ്ടാമത് പറഞ്ഞു, വലാ തഹാസദു, നിങ്ങൾ പരസ്പരം കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ പരസ്പരം അസൂയ വെക്കല്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത് പറഞ്ഞു, വലാ തദാബറു, നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരാണ് എങ്കിൽ നിങ്ങൾ പരസ്പരം പിന്തിരിഞ്ഞു മാറല്ലേ. ഒരു കാര്യം നിങ്ങൾ രണ്ടാളും കൂടി തീരുമാനിച്ചാൽ രണ്ടാളും കൂടിയാണ് മുന്നോട്ട് പോകണം, ഒരാൾ പിന്തിരിയാൻ നിൽക്കരുത്. പിന്നെ പറഞ്ഞു, നാലാമത് പറഞ്ഞു, വലാ തഖാതഉ, നിങ്ങൾ പരസ്പരം ബന്ധങ്ങൾ മുറിക്കല്ലേ. അഞ്ചാമത് പറഞ്ഞു, വകൂനൂ ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളെ നിങ്ങൾ ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ കൂട്ടുകൂടണേ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാദർച്ഛികമാണ്, കൂട്ടുകാർ തമ്മിൽ പിണക്കങ്ങൾ ഉണ്ടാവും, കൂട്ടുകാരികൾ തമ്മിൽ പിണക്കങ്ങൾ ഉണ്ടാകും. വലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ സലാസ്. രണ്ട് സൗഹൃദങ്ങൾക്കിടയിൽ, രണ്ട് സഹോദര ബന്ധങ്ങൾക്കിടയിൽ, രണ്ട് കുടുംബ ബന്ധങ്ങൾക്കിടയിൽ, രണ്ട് വിശ്വാസ ബന്ധങ്ങൾക്കിടയിൽ, രണ്ട് മനുഷ്യന്മാരുടെ ഇടയിലുള്ള ബന്ധം, അതിന് ഇടയിൽ അത് ഭാര്യയാവാം ഭർത്താവാം ആരും ആവാം, രണ്ട് മനുഷ്യന്മാർക്കിടയിലുള്ള ബന്ധങ്ങളിൽ പിണക്കങ്ങൾ സംഭവിച്ചാൽ ആ പിണക്കത്തിന്റെ പരമാവധി ദൈർഘ്യത 3 ദിവസത്തിനപ്പുറം പോവല്ലേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാം കൊടുത്ത പ്രാധാന്യം, സൗഹൃദങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മക്കളുടെ കൂട്ടുകാരാരാ? പലപ്പോഴും പലരും പറയാറുണ്ട് നമ്മുടെ മക്കളുടെ ദുസ്വഭാവത്തെ കുറിച്ച്, നമ്മുടെ മക്കൾ പോയി പെട്ടിരിക്കുന്ന കൂട്ടുകെട്ടുകളെ കുറിച്ച്. മക്കളുടെ സ്വഭാവം നന്നാവാനും അവരുടെ മോശമായ കൂട്ടുകെട്ടുകൾ അവസാനിപ്പിക്കാനും എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ നാളുകൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളുടെ ശിക്ഷണത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവരുടെ മോശമായ കൂട്ടുകെട്ടുകളിൽ അവർ പോവാതെ നല്ല സ്വഭാവമാവാൻ, സ്വഭാവം നന്നാവാനും മോശമായ കൂട്ടുകെട്ടുകളിൽ പോവാതിരിക്കാൻ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ പ്രധാനപ്പെട്ട ഏകദേശം 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 7 വയസ്സുവരെ ആ കുട്ടിയുടെ കൂടെ നീ ഒരു കുട്ടിയായി ജീവിക്കണമെന്ന് ഇമാമുന ഗസാലി രേഖപ്പെടുത്തുന്നു. ഒന്നാമത്തെ കാര്യം അതാ. 7 വയസ്സ് വരെ നമ്മുടെ മക്കളുടെ കൂടെ നമ്മൾ ഒരു കുട്ടിയാവണം. അവൻ മുട്ടുകുത്തി ആന കളിക്കുമ്പോൾ അതിന്റെ കൂടെ കൂടണം, അവൻ ഓടിക്കളിക്കുമ്പോൾ അതിന്റെ കൂടെ കൂടണം. 7 വയസ്സ് വരെ നിനക്കും 7 വയസ്സായിരിക്കണം. അല്ലാതെ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോ അതിനെ അടിച്ചിരുത്തല്ല വേണ്ടത്. ഒന്നാമത് ശീലിക്കേണ്ടതാണ്. രണ്ടാമത് നീ ചെയ്യേണ്ടത് 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നീ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. രണ്ടാമത്തേത്, 7 വയസ്സ് മുതൽക്ക് 14 വയസ്സ് വരെ കുട്ടിയോട് കൽപ്പിക്കുകയും ശകാരിക്കുകയും കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുകയും ശീലിപ്പിക്കുകയും ചെയ്യാം. ശരിക്കും നീ ഒരു പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിന്റെ റോളിൽ വരണം. അപ്പോഴേ തല്ലാൻ പറഞ്ഞിട്ടുള്ളൂ.
ആകെ തല്ലണം എന്നല്ല പറഞ്ഞത്, 10 വയസ്സായിട്ടും അതും നിസ്കാരം ഉപേക്ഷിക്കുന്നതിന്റെ പേരിലാ തല്ലാൻ പറഞ്ഞത്. അത്രയും പ്രാധാന്യമുള്ള കാര്യം വേറെ ഒന്നുമില്ലല്ലോ മനുഷ്യ ജീവിതത്തിൽ. അപ്പോ ശകാരങ്ങളും കൽപ്പനകളും ശാസനകളും 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. രണ്ടാമത്തെ കാര്യം അതാണ് നീ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം 14 വയസ്സ് മുതൽക്ക് ടീനേജ് പ്രായമാണ്. 14 വയസ്സ് മുതൽക്ക് 21 വയസ്സ് വരെ നമ്മൾ നമ്മുടെ മകളുടെ ഏറ്റവും വലിയ കൂട്ടുകാരായിരിക്കണം. നന്മയിൽ എല്ലാം നമ്മോട് വന്ന് തുറന്നു പറയുന്ന ഒരു പ്രകൃതം അവർക്ക് സ്വാഭാവികമായും സംഭവിക്കണം. മറ്റൊരാളെ തേടി പോവാത്ത രീതിയിൽ ഏറ്റവും നല്ല കൂട്ടുകാരൻ, ഏറ്റവും നല്ല കൂട്ടുകാരി. മകന്റെ ഏറ്റവും നല്ല കൂട്ടുകാരി ഉമ്മയാവാലോ, മകന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ഉപ്പയാവാലോ. ഇങ്ങനെ 3 കാര്യം. ഒന്നുകൂടി പറയാം. ജനിച്ചത് മുതൽക്ക് 7 വയസ്സ് വരെ നമ്മൾ കുട്ടികളെ പോലെ പെരുമാറണം. 7 വയസ്സ് മുതൽക്ക്, അപ്പൊ നമുക്ക് 7 വയസ്സ് വരെ ഉള്ള പ്രായത്തിൽ എന്തൊക്കെ കാണിക്കാൻ പറ്റുമൊക്കെ കാണിക്കണം. 7 വയസ്സ് മുതൽക്ക് 14 വയസ്സ് വരെ നമ്മൾ ആ കുട്ടിയുടെ ശകാരത്തിന്റെയും ശാസനയുടെയും രീതിയിൽ കുട്ടിയുടെ മുന്നിൽ നമ്മൾ നിലകൊള്ളണം, നിലപാടിൽ ഉറച്ചു നിൽക്കണം. 14 വയസ്സങ്ങ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് 21 വയസ്സ് വരെ കുട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താവണം. ഇതാണ് നമ്മോട് മതം പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ 3 ഘട്ടങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, അപ്പൊ ഒരു കാര്യമുണ്ട്, ഈ ശകാരത്തെ ശകാരമായി കുട്ടി മനസ്സിലാക്കാൻ 7 to 14 വയസ്സ് വരെയുള്ള സമയത്ത് ആ ഒരു ബോധം, എന്റെ വാപ്പ പറയണ എന്റെ നന്മക്കാണ്, എന്നെ തല്ലിയത് എന്റെ നന്മക്കാണെന്ന് തോന്നണമെങ്കിൽ ഈ വാപ്പ എന്റെ കൂടെ 7 വയസ്സ് വരെ കളിച്ച് ചിരിച്ച് നടന്നതാണെന്ന തോന്നലും ഓർമ്മയും കുട്ടിയിൽ ഉണ്ടാവണം. 14 വയസ്സ് വരെ ശകാരവും കളിയും ചിരിയും അതിനു മുമ്പുള്ള 2 ഘട്ടങ്ങളിൽ കിട്ടാത്ത കുട്ടി 14 വയസ്സ് മുതൽക്ക് വാപ്പ കൂട്ടുകൂടാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ ആ കൂട്ടും ബന്ധമൊന്നും അത്രയും സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങൾ. നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടും അവരുടെ മോശമായ സ്വഭാവമൊക്കെ തിരുത്താൻ ഇത്തരത്തിലുള്ള ഇസ്ലാം പഠിപ്പിച്ച ശാസ്ത്രീയ വശങ്ങൾ നമ്മൾ അവലംബിക്കുന്നത് വളരെ നന്നായിരിക്കും. നമുക്കൊരു ഹദീസിലേക്ക് കടന്നു വരാം. സുഹൃത്തുക്കൾ, 2 സുഹൃത്തുക്കൾക്ക് അർശിന്റെ തണല് കിട്ടുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗത്തെ പറഞ്ഞപ്പോ അതിന്റെ അകത്ത് 2 കൂട്ടുകാരെ പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. 2 കൂട്ടുകാര്, അവർ 2 പേരും പരസ്പരം കൂട്ടുകൂടിയതും സ്നേഹിച്ചതും അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അവർ ഒരുമിച്ച് കൂടാറ് അള്ളാന്റെ പൊരുത്തമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അവർ പരസ്പരം യാത്ര പറഞ്ഞ് അങ്ങുമിങ്ങും തിരിഞ്ഞു പോകുന്നതും പിരിഞ്ഞു പോകുന്നതും അവരുടെ വീടുകളിലേക്ക് അവർ അഭയം പ്രാപിക്കുന്നതും അള്ളാന്റെ നാമം പറഞ്ഞുകൊണ്ടാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു കൂടി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു പിരിയുന്ന ബന്ധം. ഇങ്ങനത്തെ നല്ല കൂട്ടുകെട്ട്. ഈ 2 കൂട്ടുകാരും അള്ളാഹുവിന്റെ അർശിന്റെ തണലിൽ ഖിയാമത്ത് നാളിൽ ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് നല്ല കൂട്ടുബന്ധങ്ങള് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, കേട്ടോളൂ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കുൻതും സലാസതൻ ഫലാ യതനാജാ ഇത്നാനി ദൂനൽ ആഖർ ഹത്താ തഖ്തലിതു ബിന്നാസി മിൻ അജ്ലി അന്ന ദാലിക യുഹ്സിനുഹു. 3 പേര് നിൽക്കുമ്പോ ഒരാളെ മാറ്റി നിർത്തിയിട്ട് മറ്റേ ആളെ വിളിച്ചിട്ട്, എടാ ഞാനൊരു സ്വകാര്യം പറയട്ടെ. ഒരാളെ മാറ്റി നിർത്തി 2 പേര് മാറിപ്പോയി എന്ന് സ്വകാര്യം പറയാൻ പാടില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 3 പേര് കൂടി നിൽക്കുന്നിടത്തുനിന്ന് ഒരാളുടെ ചെവിയിൽ മറ്റേ ആള് സ്വകാര്യം പറയരുത്, മൂന്നാമത്തെ ആളെ കേൾപ്പിക്കാതെ. അവനെ ഒറ്റപ്പെടുത്താൻ പാടില്ല, അത് അവനെ വേദന ഉണ്ടാക്കുന്നു പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആളുകളൊക്കെ ഇടകലർന്ന് ആ 3 പേര് പരസ്പരം ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിയോ മറിയോ ഒക്കെ ചെയ്യുമ്പോൾ മാറി മറിഞ്ഞൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം മാറ്റി നിർത്തിയിട്ടാ പിന്നെ പറയാവുള്ളൂ. 3 പേരുടെ 2 പേര് സ്വകാര്യം പറയൽ പാടില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടും ബന്ധങ്ങളുമൊക്കെ ശ്രദ്ധിക്കാൻ ഇത്തരം പാഠങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ്. നമ്മുടെ മക്കൾ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട പ്രാഥമികമായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് അവർക്ക് അദബ് പഠിപ്പിക്കുക എന്നുള്ളത്.
മം വുലിദ ലഹു വലദുൻ, ഒരാൾക്ക് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ കുട്ടി ജനിച്ചാൽ, മാ യൂലദു മിൻഹു ആണ് വലത് എന്ന് പറഞ്ഞാൽ, ജനിക്കുന്ന എല്ലാത്തിനും വലത് എന്ന് പറയാം. ആർക്കെങ്കിലും ആൺകുട്ടിയോ പെൺകുട്ടിയോ പിറന്നാൽ, കുഞ്ഞ് പിറന്നാൽ, ഫൽയുഹ്സിൻ ഇസ്മഹു, നല്ലൊരു പേര് വിളിക്കണം. അത് വാപ്പയുടെയും ഉമ്മയുടെയും ബാധ്യതയാണ്. നല്ലൊരു പേര് വിളിക്കണം, അർത്ഥമുള്ള പേര്. ഗൂഗിളിൽ നോക്കിയിട്ടല്ല പേരിടാ. മഹാന്മാരായ സ്വഹാബികളുടെ പേരോ സ്വഹാബി വനിതയുടെ പേരോ, അറ്റ്ലീസ്റ്റ് അത് സംബന്ധമായിട്ട് ഈ പേരിന്റെ അർത്ഥം എന്താന്ന് ഏതെങ്കിലും ഒരു ഉസ്താദിനോട്, നേരമുള്ള ഉസ്താദന്മാരോട്, ഡിക്ഷണറി ഒക്കെ എടുത്ത് നോക്കാനൊക്കെ സൗകര്യമുള്ള ഉസ്താദന്മാരോട് ഒന്ന് ചോദിച്ച് അറിഞ്ഞു വെക്കല് നല്ലതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫൽയുഹ്സിൻ ഇസ്മഹു. രണ്ടാമത് പറഞ്ഞു അദ്ദിബുഹു, നമ്മുടെ മക്കൾക്ക് നമ്മൾ അദബ് പഠിപ്പിക്കണം. ഈ അദബ് പഠിപ്പിക്കണം എന്നുള്ളടത്താണ് നമ്മുടെ മക്കൾ ഏത് സൗഹൃദത്തിൽ പെടുന്നു അവർക്ക് നല്ലൊരു സൗഹൃദം നമ്മളായി സ്ഥാപിച്ചു കൊടുക്കണം. അദബ് പഠിപ്പിക്കുന്നതിന്റെ ഗണത്തിൽ അത് പെടാം. കാരണം നമ്മുടെ മക്കള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ ആദ്യം പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലിഹി, ആരുടെ കൂട്ടാണോ നമ്മൾ ഓരോരുത്തരും കൂടുന്നത് ആ കൂട്ടുകൂടിയവന്റെ ദീനായിരിക്കും നമുക്കുണ്ടാവാ എന്ന്. അതായത് മതപരമായ വിഷയങ്ങളിൽ, സംസ്കാരപരമായ കാര്യങ്ങളിൽ തന്റെ കൂട്ടുകാരനിൽ നിന്നും ഈ കൂട്ടുകാരനിലേക്ക്, ഈ കൂട്ടുകാരിൽ നിന്നും ആ കൂട്ടുകാരിയിലേക്ക് പലതും അങ്ങുമിങ്ങും ചേക്കേറാനും പരസ്പരം അങ്ങുമിങ്ങും കൈമാറാനും സാധ്യതയുണ്ട്. അങ്ങുമിങ്ങും പഠിച്ചു വെക്കും. അതുകൊണ്ട് അർറജുലു അലാ ദീനി ഖലീലിഹി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാധീനിക്കും. തന്റെ കൂട്ടുകാരന്റെ സ്വഭാവം ഈ കൂട്ടുകാരനിൽ സ്വാധീനിക്കും. അതുകൊണ്ട് കുട്ടി ജനിച്ചാൽ അദബ് പഠിപ്പിക്കണം എന്നുള്ളോടത്ത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. ആരാണ് എൻ്റെ മോന്റെ കൂട്ടുകാരൻ, ആരാണ് എൻ്റെ മോളുടെ കൂട്ടുകാരി എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണവും നല്ല കൂട്ടുകെട്ടുകളിൽ അവരെ എത്തേണ്ട പോലെ എത്തിക്കലും നമുക്ക് ബാധ്യത എന്ന പോലെ നമ്മളത് അറിഞ്ഞിരിക്കണം. ഇനി കേട്ടോളൂ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ സൗഹാർദ്ദം എത്ര വലിയ സൗഹാർദ്ദമായിരുന്നു അവർക്ക്. സ്വഹാബികൾക്കിടയിൽ തന്നെ പരസ്പരം സൗഹാർദ്ദമുള്ളവരുണ്ടായിരുന്നല്ലോ. നമ്മോട് എവിടെ പോയി കൂട്ടുകൂടാനാ പറഞ്ഞത്? ഖുർആൻ പറയുന്നത് കേൾക്കൂ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ, അസ്വാദിഖീങ്ങളായ മഹത്തുക്കളുടെ കൂടെ നിങ്ങൾ കൂടണം എന്നാ പറഞ്ഞത്. ജീവിതത്തിൽ സത്യവും ജീവിതത്തിൽ നന്മയും ഉള്ള ആളുകളുടെ കൂടെയാണ് നിങ്ങൾ കൂടേണ്ടതെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ മുഹാജിറുകളും അൻസാറുകളും സുഹൃത്തുക്കളായിരുന്നില്ലേ? സുഹൃത്ത് ബന്ധം എന്നല്ലല്ലോ, സഹോദര ബന്ധം എന്ന് പോലും അവരെ കുറിച്ച് ഖുർആൻ വിശേഷിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ഹഷറിന്റെ ഏകദേശം 3 ആയത്തുകൾ തുടരെയായി പറയുന്നത് ഈ സ്വഹാബത്തിന്റെ സൗഹൃദത്തെ കുറിച്ചാണ്, അവർക്കിടയിൽ ഉണ്ടായിരുന്ന കെട്ടുറപ്പിനെ കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ബന്ധത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, കൈവിരലുകൾ പരസ്പരം കോർത്ത്. ഒരു ശരീരത്തെ പോലെയാണ്, ഒരു ശരീരത്തിലെ അവയവങ്ങൾക്ക് ശരീരത്തോടുള്ള ബന്ധങ്ങൾ പോലെയാണ് സൗഹൃദ ബന്ധങ്ങളിലും സഹോദര ബന്ധങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാചാലനായിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ഹബീബ് ചേർത്ത് നിർത്തിയോടത്ത് മൂന്നാമതൊരു ബന്ധം വരുന്നുണ്ട്. 2 വ്യക്തികളുടെ അങ്ങുമിങ്ങുമുള്ള ബന്ധങ്ങളുടെ കൂടെ മൂന്നാമതൊരു ബന്ധം കയറി വരുന്നത് ഈമാനിന്റെ ബന്ധമാണ്. സൗഹാർദ്ദത്തിനും സഹോദര ബന്ധത്തിനും കൂട്ടുകെട്ടിനും കണ്ടെത്തുന്ന ആൾ ഒരു മൂമിനാവണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പോലെ, ലാ തുസാഹിബ് ഇല്ലാ മൂമിന, മൂമിനായ മനുഷ്യനാവണം എന്ന് പറഞ്ഞ പോലെ നമ്മളത് പരമാവധി ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ സ്വഹാബികളുടെ ജീവിതത്തെ നമുക്ക് അനുകരിക്കാൻ കഴിയും. എങ്ങനെയാ സ്വഹാബികൾ ചെയ്തത്? ഹദീസിന്റെ കിതാബുകളിൽ കാണാം, ആഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈനൽ മുഹാജിരീന വൽ അൻസാർ, അൻസാറുകളെയും മുഹാജിരീങ്ങളെയും പരസ്പരം ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗഹാർദ്ദത്തിൽ എത്തിച്ചു, ഉദര ബന്ധത്തിൽ എത്തിച്ചു എന്ന് ഹദീസിൽ കാണാം. അപ്പൊ അവർക്കിടയിലെ സൗഹാർദ്ദം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم
വലൗ കാന ബിഹിം ഖസാസതൻ വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മുഹാജിറുകളെയും അൻസാറുകളെയായി പറഞ്ഞത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഒരു പരിചയമില്ലാത്ത ദീനിന്റെ ബന്ധം മാത്രമേ ഉള്ളൂ, ഒരു രക്തബന്ധമൊന്നുമില്ലാത്ത, ഒരു പരിചയമില്ലാത്ത മക്ക എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് മദീനയിലേക്ക് എത്തിയ സ്വഹാബികളെ സ്വീകരിച്ച മദീനക്കാരായ മറ്റേ സ്വഹാബികൾ, അവർക്കിടയിലുണ്ടായ ഹൃദയബന്ധം, വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതൂ, തങ്ങളുടെ നിലവിൽ ആവശ്യത്തെക്കാൾ കൂടുതൽ തങ്ങളിലേക്ക് വന്നു ചേർന്ന ആ പുതിയ ബന്ധത്തിലുള്ള ആളുകൾക്ക് പ്രാധാന്യം കൊടുത്ത അൻസാറുകളെ പ്രശംസിച്ചുകൊണ്ട് ഖുർആൻ, സ്വന്തം ആവശ്യങ്ങളെക്കാൾ അപ്പുറം, തങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടായാൽ പോലും സഹോദരങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് അവർ പ്രാധാന്യം നൽകുന്ന എന്ന് പറഞ്ഞാൽ, അവരുടെ ഇടയിൽ സാമ്പത്തികമായ പ്രയാസങ്ങളും ഞെരുക്കങ്ങളും വന്നാൽ പോലും അത് തങ്ങൾ സ്വയം ഏറ്റെടുത്തിട്ട് സഹോദരങ്ങൾക്ക് ആശ്വാസം എത്തിക്കുന്ന ഒരു നിലപാടിൽ നിന്ന് അൻസാറുകളുടെ സൗഹൃദ ബന്ധത്തെ ഖുർആൻ പ്രശംസിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ രീതിയിൽ മഹാന്മാരായ മുഹാജിരീങ്ങളും അൻസാറുകളും നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയൊരു സൗഹൃദത്തിന്റെ മാതൃക കാണിച്ചിട്ടുണ്ട്. മരിക്കാൻ നേരം പോലും തനിക്ക് കുടിക്കാൻ കിട്ടിയ ദാഹജലത്തെ തന്നെ പോലെ വിഷമിക്കുന്ന തൊട്ടടുത്ത് വെട്ടേറ്റ് കിടക്കുന്ന സ്വഹാബി സഹോദരന്, സ്വഹാബി സുഹൃത്തിന് കുടിക്കാൻ കൊടുത്ത മഹാന്മാരായ സ്വഹാബികൾ. ഇയാസ് റളിയല്ലാഹു അൻഹു, ഇക്രിമ റളിയല്ലാഹു അൻഹു യുദ്ധവേളയിൽ മഹാന്മാരായ ആ രണ്ട് സ്വഹാബികൾ, അവരുടെ മരണം ഒരുമിച്ച് സംഭവിക്കുകയാണ്. ഒരാൾക്ക് കുടിക്കാൻ കിട്ടിയ വെള്ളത്തെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊലിച്ച് തളർച്ചയിലേക്ക് പോകുന്ന സന്ദർഭത്തിലും ആ വെള്ളം തന്റെ കൂട്ടുകാരൻ കുടിക്കട്ടെ എന്നോർത്ത് അപ്പുറത്തേക്ക് പതുക്കെ പതുക്കെ തള്ളി തള്ളി അങ്ങ് വെച്ചു കൊടുത്തു. മറ്റേ കൂട്ടുകാരൻ കുടിക്കട്ടെ, അവനും തന്നെ പോലെ വെട്ടേറ്റ് ഇപ്പൊ മരിക്കേണ്ട ആളാ. തന്റെ സഹോദരൻ അവസാനത്തെ ദാഹജലം തന്നതിനെ കൃതജ്ഞതാപൂർവം സ്മരിച്ചുകൊണ്ട്, അതിനെ ഓർത്തുകൊണ്ട്, അതെനിക്ക് വേണ്ട, നീ തന്നെ കുടിച്ചോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു തള്ളിക്കൊടുത്തു. രണ്ടുപേരും ആ വെള്ളം കുടിക്കാതെ, രണ്ടുപേരുടെയും വെട്ടേറ്റ ഇരു ശരീരങ്ങളുടെ ഇടയിലായി ആ ദാഹജലം ഒരു തുള്ളി പോലും രണ്ടാളും കുടിക്കാതെ അവിടെ അങ്ങനെ തന്നെ വെക്കേണ്ടി വന്നു. രണ്ടുപേരും മരിച്ചു. ഇങ്ങനെയാണ് സ്വഹാബികളുടെ സൗഹൃദം. അപ്പൊ സൗഹൃദങ്ങൾ യഥേഷ്ടം ഉണ്ടാവാം, പക്ഷെ അത് ആരോടാണ് എന്നതിനെ കുറിച്ചൊരു ബോധം നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇനി കേട്ടോളൂ. ഒരു ഹദീസ് കണ്ടോ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിമി ലാ യളിമുഹു വലാ യുസ്ലിമുഹു അൻ കാന ഫീ ഹാജത്തി അഖീഹി കാന അല്ലാഹു ഫീ ഹാജത്തിഹി. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അപ്പൊ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സൗഹാർദ്ദത്തിൽ കൂട്ടാൻ പരമാവധി നോക്കാം. ഇന്ന് തന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ സഹോദര സമുദായത്തിലെ കൂട്ടുകാരെ ഉപേക്ഷിക്കണം എന്നല്ല ഈ പറഞ്ഞത്. നമ്മുടെ സംസ്കാരം അവരിൽ സ്വാധീനിക്കപ്പെടണം. നമ്മുടെ സത്യസന്ധത അവർക്ക് തൃപ്തമായിരിക്കണം. നമ്മളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയും സൂക്ഷ്മതയും, നമുക്കൊരു മുസ്ലിം എന്ന നിലയിൽ നാം പ്രകടിപ്പിക്കേണ്ട പക്വതയും അവരെ ഏറെ ചിന്തിപ്പിക്കണം. ആ രീതിയിൽ നമ്മുടെ സൗഹാർദ്ദം അങ്ങോട്ട് ആവാവുന്നതാണ്. പുതിയ ഒരു സൗഹാർദ്ദം തേടുന്നുവെങ്കിൽ അത് മുസ്ലിമായ മനുഷ്യനെ, ഈമാനുള്ള മനുഷ്യനെ കണ്ടെത്താൻ ശ്രമിക്കൂ എന്നതാണ് ഈ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം. നമ്മൾ ഓരോരുത്തരും തന്റെ സുഹൃത്തിനോട്, സുഹൃത്താവുമ്പോ എല്ലാം പറയാം, അങ്ങനെയല്ല. ഭാര്യയോട് എല്ലാം പറയാമെന്ന് പറയുന്ന ഒരു തലം ഉണ്ടായിരുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല. ഭാര്യയോട് പണ്ട് ഉണ്ടായിരുന്ന കൂട്ടുകെട്ടും പഴയ കാലത്തെ എന്തെങ്കിലും ബന്ധങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ തെറ്റിദ്ധാരണ വരും. അപ്പൊ ഭാര്യയോടും എല്ലാം പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാം പറയാൻ പറ്റിയ ഒരു ബന്ധം സുഹൃത്തിനോടാണ്. ഇല്ല, സുഹൃത്തിനോട് ഭാര്യയുടെ കാര്യം പറയാൻ പാടില്ല. തന്റെ ഭാര്യയുടെ കുറവുകളും പോരായ്മകളും അവിടെ പറയാൻ പാടില്ല. സുഹൃത്തിനോട് പോലും പറയാൻ പാടില്ല. അപ്പൊ ആരോടും എന്തും പറയാമെന്ന ഒരു ബന്ധം ഇവിടെ ഇല്ല. ആരോടും എന്തും പറയാൻ പറ്റിയ ഒരു ബന്ധം അള്ളാഹുവിനോടേ ഉള്ളൂ. ആരോടും എന്തും പറയാൻ പറ്റിയ ഒരു ബന്ധം അള്ളാഹുവിനോടാണ്. എന്തും പറയാലോ അള്ളാഹുവോട്. അപ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ബന്ധങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ബന്ധമാണ് സുഹൃത്തും തമ്മിലുള്ള ബന്ധം.
അവിടെ ഒരു സുഹൃത്തിൽ നിന്നും മറ്റൊരു സുഹൃത്തിന് കിട്ടേണ്ടത് നല്ല സംസ്കാരമായിരിക്കണം. എല്ലാം പറയാൻ പറ്റും എന്ന ഒരു ബന്ധം ഒരു സുഹൃത്തിനോടും ഒരു സുഹൃത്തും കാണിക്കാൻ പാടില്ല. എല്ലാം പറയാൻ പാടില്ല. നമ്മുടെ സുഹൃത്തിനോട് നല്ല സംസ്കാരം നമ്മൾ കാണിക്കണം. പ്രത്യേകിച്ച് സംസാരത്തിലെ നിലവാരം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അങ്ങനെ വരുമ്പോൾ കേട്ടോളൂ, ശത്രുത പോലുമുള്ള സുഹൃത്താണ് എങ്കിൽ, എന്തോ ഒരു വൈരാഗ്യം മനസ്സിൽ കൊണ്ട് നടന്നവനാണേൽ പോലും, വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ فإذا الذي بينك وبينه عداوة كأنه ولي حميم. നീ തിന്മയെ നന്മ കൊണ്ട് തിരുത്തണേ എന്ന് ഖുർആൻ. ശത്രുതാ മനോഭാവമുള്ള നിന്റെ കൂടെയുള്ള ആൾക്ക് പോലും നന്നാവാൻ അത് കാരണമാകും. അവൻ നിന്റെ നല്ല ചങ്ങാതിയാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇടക്കൊന്ന് പറയട്ടെ, കാലഘട്ടത്തിന്റെ പരിഷ്കാരങ്ങളിൽ നാം കാണുന്ന ഒരു വലിയ മോശമായ അവസ്ഥയുണ്ട്. ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നൊരു ബന്ധം നമ്മുടെ മതത്തിൽ ഇല്ല. ആൺകുട്ടി പെൺകുട്ടിക്ക് സുഹൃത്താവാ, പെൺകുട്ടി ആൺകുട്ടിക്ക് സുഹൃത്താവാ. ഇങ്ങനെ ഒരു ബന്ധം നമ്മുടെ മതത്തിലില്ല. ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിലും അതിനപ്പുറവുമുള്ള വലിയ തലങ്ങളിൽ പഠിക്കുന്ന മക്കൾ അവരുടെ സുഹൃത്തെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്ന, ആൺകുട്ടി കൊണ്ടുവരുന്ന പെൺകുട്ടിയെ സ്വീകരിച്ച് വിരുന്നു കൊടുക്കുന്ന കുടുംബങ്ങളുണ്ട്. പെൺകുട്ടി കൊണ്ടുവരുന്ന ആൺ സുഹൃത്തിനെ സ്വീകരിച്ച് വിരുന്നു കൊടുക്കുന്ന കുടുംബങ്ങളുണ്ട്. ഇത് ഇസ്ലാം പഠിപ്പിച്ച സംസ്കാരമല്ല, നമ്മുടെ സംസ്കാരത്തിന് എതിരാണത്. ഒന്നുകൂടി പറയാം, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവരാണോ? എന്നാൽ ഈ മതം പഠിപ്പിക്കുന്നു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന ബന്ധം, ആണിന് പെണ്ണും പെണ്ണിന് ആണും സുഹൃത്തായിട്ടുള്ള ഒരു ബന്ധം നമ്മുടെ മതത്തിൽ അങ്ങനെ ഒരു പഴുത് കാണുന്നില്ല. അങ്ങനെ ഒരു ബന്ധം വേണമെന്നുണ്ടെങ്കിൽ, ആണിന് പെണ്ണ് സുഹൃത്താവാനാണെങ്കിൽ പെങ്ങള് ആവട്ടെ, ഇത്തിരി നല്ലത് ഭാര്യയാവില്ല. അങ്ങനെയൊക്കെ ആവാൻ പറ്റാന്നുള്ളത് ഒരു ഭാഗ്യമാണ്. അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രത്യേകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, സൗഹാർദ്ദത്തിന്റെ കാര്യത്തിൽ തന്റെ സഹോദരനെ സഹായിക്കേണ്ടവരും. ചിലരുണ്ട് കല്യാണത്തോടുകൂടെ സൗഹൃദം ഉപേക്ഷിച്ചു പോകുന്നത്. നല്ല സൗഹൃദങ്ങൾ തുടരാം. കൂടെ പഠിച്ചത്, സഹോദരിമാരുടെ കൂടെ പഠിച്ചത് നല്ല ഒരു പണ്ഡിതന്റെ മകളാണ്. പണ്ഡിതന്റെ മകൾക്ക് പണ്ഡിതന്റെ കുടുംബത്തിലെ സംസ്കാരം ഉണ്ടാവും. ആ സൗഹൃദങ്ങൾ കല്യാണത്തോടു കൂടെ അല്ല. ഇന്ന് സൗഹൃദങ്ങൾ നിലനിർത്താൻ എത്ര മാർഗങ്ങളാ. സൗഹൃദങ്ങൾ നിലനിർത്താൻ ഫോൺ വഴിയും അല്ലാതെയും ഒക്കെ സാധ്യമാകുന്ന കാലമാണ്. പക്ഷെ മനുഷ്യന്മാർക്ക് സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ച് അവർ അവരുടെ ബന്ധങ്ങൾ മറക്കുകയാണ്. ഹബീബായ നബി തങ്ങൾക്കുണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൂട്ടുകാരൻ 18 വയസ്സ് കൂട്ടുകാരനുണ്ട്. റസൂലുള്ളാഹിക്ക് 20 വയസ്സുണ്ട്. അപ്പൊ തുടങ്ങിയ കൂട്ട. ഹബീബിന് 20 വയസ്സ് പ്രായം, അവിടുത്തെ കൂട്ടുകാരന് 18 വയസ്സ് പ്രായം. രണ്ടുപേരും 2 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ആ രണ്ടുപേരുടെയും കൂട്ടുകെട്ട് ബന്ധം അന്ന് തുടങ്ങിയതാണ്. ആദിത്യ വിശ്വാസിയായി ആണുങ്ങളിൽ തല ഉയർത്തിപ്പിടിച്ച് നിന്ന കൂട്ടുകെട്ട് ബന്ധമാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. വലിയ കൂട്ടല്ലായിരുന്നു. 63 വയസ്സിൽ കൂട്ടുകാരൻ മരിച്ച പോലെ തന്നെ ഈ കൂട്ടുകാരനും മരിക്കാൻ ആഗ്രഹിച്ചു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 63ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി വഫാത്തായ പോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അതും ഒരു തിങ്കളാഴ്ച രാവിലാണെന്നും പറയപ്പെടുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ജീവിച്ചപ്പോ ഇത്രയും അധികം ഞാൻ വ്യഗ്രത കൊണ്ട് ഒരു രാവ് വേറെയില്ല. എനിക്ക് റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് പോകാൻ പറ്റൂലോ, ഒന്നങ്ങോട്ട് മരിച്ചു കിട്ടിയാൽ മതി, എനിക്ക് അവിടെ എത്താലോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വല്ലാത്ത കൂട്ടുബന്ധമായിരുന്നു അവർക്കിടയിലെ ബന്ധം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമായി ഗുഹയിൽ പെട്ടുപോകുന്ന രംഗം ഖുർആൻ വളരെ മനോഹരമായ ഭാഷയിൽ പറയുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ശത്രു സഞ്ചയത്തെ
ശത്രു സഞ്ചയത്തെ പ്രതിരോധിക്കാനോ അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനോ കഴിയാതെ ഗുഹയിൽ അഭയം പ്രാപിക്കുമ്പോൾ അങ്ങും ഇങ്ങും പരസ്പരം രണ്ടുപേരുടെയും മുഖത്തോട് മുഖം നോക്കി ശ്വാസോച്ഛ്വാസത്തിന്റെ ശബ്ദം പോലും അങ്ങുമിങ്ങും പരസ്പരം കൈമാറി ചേർന്ന് നിന്ന ഒരു നേരമുണ്ട്. ഇല്ലാ തൻസുറൂ ഫഖദ് നസറഹുല്ലാഹ് إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا. ഖുർആൻ പറഞ്ഞ രണ്ട് കൂട്ടുകാരാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുകളിലേക്ക് നോക്കിയപ്പോൾ ഗുഹയുടെ മുകൾ ഭാഗത്ത് ശത്രുവിന്റെ വന്നു നിൽക്കുന്ന കാൽപാദം കാണാം. ശത്രു വന്നു നിൽക്കുന്നു, അയാളുടെ ഷൂ കാണാം. പേടിച്ചു. അപ്പൊ പറഞ്ഞു, കൂട്ടുകാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട സിദ്ദീഖേ, ലാ തഹ്സൻ. അല്ലാഹു പറയാണ്, യഖൂലു ലിസ്വാഹിബിഹി, കൂട്ടുകാരനോട് പറഞ്ഞു, ലാ തഹ്സൻ, പേടിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ട്. അല്ലാഹ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ബന്ധം അവർക്കിടയിൽ ഉണ്ടാവണം. ഈമാൻ കൊടുക്കുന്ന ബന്ധം ഈ രണ്ട് കൂട്ടുകെട്ടിന്റെ ഇടയിൽ വേണം. അള്ളാഹിനെ കുറിച്ച് പരാമർശിക്കുന്ന കൂട്ടുകെട്ടായിരിക്കണം, റസൂലിനെ കുറിച്ച് പരാമർശിക്കുന്ന കൂട്ടുകെട്ടായിരിക്കണം. അല്ലാതെ സിനിമ കാണാൻ പോവാൻ ഒരുമിച്ച് കൂടുന്ന കൂട്ടുകെട്ട് ആവാൻ പാടില്ല. ബീഡി വലിക്കാനും കഞ്ചാവ് വലിക്കാനും വേണ്ടിയിട്ട് കൂടുന്ന കൂട്ടുകെട്ടാവാൻ പാടില്ല. രണ്ട് കൂട്ടുകാർ തമ്മിൽ സംസാരിച്ചത് ഇന്നല്ലാഹ മഅനാ, അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ടെന്നാ, ഈമാന്റെ വർത്താനം പറഞ്ഞു. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ വജഅല കലിമത്തല്ലദീന കഫറുസ് സുഫ്ലാ വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ വല്ലാഹു അസീസുൻ ഹകീം. സൂറത്ത് തൗബ. ഇതൊരു കൂട്ടുകെട്ടാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ കൂട്ടുകെട്ടിന്റെ രസകരമായ ചരിത്രമാണ് പറഞ്ഞത്. ഗുഹയിൽ ഇരുവരും കൂടി നിന്നപ്പോ, ഗുഹയിൽ രണ്ടുപേരും ചേർന്നിരുന്നപ്പോ ഹബീബായ നബി തങ്ങൾക്ക് കിടക്കാനായി കൂട്ടുകാരൻ കാല് നിവർത്തി വെച്ചു കൊടുത്തു. മടിത്തട്ടിൽ കിടന്നു. റസൂലുള്ളാഹി കൂട്ടുകാരന്റെ മടിയിൽ തല വെച്ച് കിടന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സുരക്ഷിതമായ ഉറക്കം. അപ്പോഴുണ്ട് ഈ നബിയെ കാണാൻ വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദുആ ചെയ്തു പോന്ന ഒരു പാമ്പ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സദസ്സിൽ വെച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരാമർശിച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സദസ്സിൽ എല്ലാവരും ഉണ്ടല്ലോ. മനുഷ്യന്മാരുണ്ട്, മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്, സർവ്വജീവികളുമുണ്ട്. അന്ത്യപ്രവാചകനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്താണ് സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. അവസാന കാലഘട്ടത്തിലെ പ്രവാചകനെ കുറിച്ച് പ്രകീർത്തിക്കുന്നത് കേട്ടപ്പോ ആ സദസ്സിൽ അന്ന് പങ്കെടുത്ത ഒരു പാമ്പിന് ആ നബിയെ കാണാൻ വേണ്ടി മോഹം തോന്നി. മഹാനായ സുലൈമാൻ നബിയോട് ആ പാമ്പ് ചോദിച്ചു, നബിയേ, അങ്ങ് പരാമർശിച്ച അന്ത്യപ്രവാചകനെ ഒന്ന് കാണാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊരവസരമുണ്ടാകുമോ? സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു മലയുടെ മുകളിൽ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം വരാനിരിക്കുന്ന നബി പിൽക്കാലത്ത് ഹിജറ പോകുന്ന സന്ദർഭത്തിൽ ആ ഗുഹയിൽ വന്ന് താവളമാക്കുന്ന ഒരു ഭാവി വരാനുണ്ട്. അവിടെ പോയി നീ കാത്തിരുന്നോളൂ, ആ നബി അവിടെ കാണാം. ഹബീബായ നബിയെ കാത്തിരുന്നു. ആ പാമ്പ് അവിടെ പോയി ആ പാമ്പ് കാത്തിരുന്നു, മാളത്തിൽ കാത്തിരുന്നു നൂറ്റാണ്ടുകളോളം. അങ്ങനെ ഇരിക്കെ കാത്തിരുന്ന നബിയെ കണ്ടപ്പോ ആ നബിയെ കണ്ണിങ്ങനെ ആ നബിയെ കാണാനും ആ നബിയെ കേൾക്കാനും അറിയാനും ആസ്വദിക്കാനും നൂറ്റാണ്ടുകളോളം മാളത്തിൽ അഭയം തേടിയ പാമ്പിനെ ആ മാളം അടയ്ക്കാൻ വേണ്ടി ഉടുത്ത തുണിയുടെ പകുതിയും കീറി എല്ലാ മാളവും തിരുകി അടച്ചു വെച്ചു പോന്നപ്പോ ഈ മാളം അടയ്ക്കാൻ തുണി തികയാതെ വന്നപ്പോ പാദാവിരൽ കൊണ്ടമർത്തിയേന്ന് കവി പാടിയ പോലെ തന്റെ കാലിന്റെ തള്ളവിരൽ കൊണ്ട് അമർത്തിപ്പിടിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല പാമ്പ് കടിച്ചത്. റസൂലുള്ളാഹിയുടെ മുഖം കാണാൻ ഒരു തടസ്സം, അത് മാറണം, അത്രേ ഉള്ളൂ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണാൻ വേണ്ടി
പാമ്പ് പോലും ആഗ്രഹം പ്രകടിപ്പിച്ചതിന്റെ ഒരു സാക്ഷാത്കാരമായി കൂട്ടുകാരന് വേണ്ടിയിട്ട് കാൽത്തണ്ടിൽ പാമ്പിന്റെ കടിയേറ്റപ്പോഴും കൂട്ടുകാരന്റെ ഉറക്കത്തിന് പ്രാധാന്യം കൊടുത്ത് ഉണർത്താതെ ഹബീബായ നബി തങ്ങളുടെ കവിൾത്തടത്തിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കണ്ണുനീര് ഇറ്റി വീണ ആ സന്ദർഭത്തിൽ ഉണർന്ന് ചോദിച്ചു, എന്താ സിദ്ദീഖോരെ നിങ്ങൾക്കറിയുന്നേ, എന്തുണ്ട് ചൊല്ലുവിൻ പെട്ടെന്ന് എന്നോട്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു പറയുന്ന രംഗം എന്തൊരു മനോഹരമായ മലയാളത്തിന്റെ മാപ്പിളപ്പാട്ടിന്റെ ശകലങ്ങളിലൂടെ നമുക്കറിയാൻ കഴിയുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിന് കൊടുത്ത പ്രാധാന്യം, ഹബീബ് സിദ്ദീഖ് റളിയല്ലാഹുവിന് കൊടുത്ത പ്രാധാന്യം. ഹിജ്റ പോവാൻ വേണ്ടി നേരത്തെ തന്നെ 2 ഒട്ടകത്തെ വാങ്ങി നിർത്തി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരന്റെ കൂടെ പോവാൻ. ഒരു ഒട്ടകത്തെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 ഒട്ടകത്തെയും പണം കൊടുത്താൽ വാങ്ങാൻ റസൂലുള്ളാഹിക്ക് നേരത്തെ ഒരു ധാരണയുണ്ട്. ഒരു ഒട്ടകത്തിന്റെ പൈസ നേരത്തെ റസൂലുള്ളാഹി തന്നെ നേരത്തെ കണ്ടുവച്ചിരുന്നു. എന്റെ സിദ്ദീഖിന്റെ ഒട്ടകം തന്നെ ആയിക്കോട്ടെ, പക്ഷേ പണം സിദ്ദീഖ് എനിക്ക് വേണ്ടി സംഘടിപ്പിച്ചതല്ലേ, അതെ ഞാനത് തരാൻ തയ്യാറാ. ഇങ്ങനെയുള്ള പരസ്പര ധാരണയും സൗഹൃദങ്ങളും ഒക്കെ നിറഞ്ഞു നിന്ന ആ സൗഹൃദ ബന്ധം നമ്മുടെ മുന്നിൽ മാതൃകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ നല്ല നല്ല ബന്ധങ്ങളിലെത്താനും നല്ല നല്ല സൗഹൃദങ്ങളിലെത്താനും നമ്മുടെ മക്കളെ നല്ല വഴിക്ക് തിരിച്ചുവിടാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തആല എപ്പോഴും ഒരു അന്വേഷണം വേണം, കുട്ടികൾ ആരുടെ കൂടെ കൂട്ട് എന്നുള്ളത്. അത് സ്കൂളിൽ ചെന്നും അല്ലാതെയും ഒക്കെ അന്വേഷിക്കാൻ മാതാപിതാക്കൾ തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.